ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ പണി തുടങ്ങുകയാണ് കേട്ടോ. ഇത് നമ്മൾ റിനോവേഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ഇതിപ്പോൾ ഇതിന് മേലേക്ക് നമുക്ക് സെക്കൻഡ് ലെയറിൻ്റെ വർക്കാണ്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റാർട്ടിങ് വർക്കാണ്. ഇതാണ് വീട്. ഇത് കുറേ നമുക്ക് ഈ ഫ്രണ്ടേജൊക്കെ കുറേ മാറ്റങ്ങൾ വരുത്താണ്ട്, അതൊക്കെ നമുക്ക് ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ എന്നാൽ നമുക്ക് മേലേക്ക് പോകാം. നമ്മൾ പണി തുടങ്ങാൻ പോണ ഭാഗം ഇവിടെ മേലെ ഭാഗമാണ്. ഇത് കുറേ ഭാഗം നമുക്ക് ഇത് ചെയ്യാണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കാണ്ട് ഇവിടെയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് കുറേ കച്ചറുണ്ട്. ഇതിപ്പോൾ ഇവിടെ കുറേ കുളിക്കലും ബീഡിങ് വാർക്കലും കുറേ പണികളൊക്കെ കഴിഞ്ഞാണ്. പിന്നെ ഇവിടെ ഇത് ബാത്റൂമിനാണ് ഈ ബെൽറ്റ് വാർത്തിട്ടുള്ളത്. അതേമാതിരി അവിടെയും ബാത്റൂമിന് ബെൽറ്റ് വാർത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ചില അടിയിൽ ബീമില്ലാത്ത ഭാഗമാണ്, കെട്ടുകളില്ലാത്ത ഭാഗമാണ്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ബെൽറ്റും ബീമൊക്കെ വാർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് പടവ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ മഴയാണ് പെയ്യുന്നത്, നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ. ഞങ്ങളെ പണി നടക്കുന്നുണ്ട്, മഴയും പെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്താണ് അവർ ചായ ഒക്കെ കൊടുത്തു നിൽക്കുന്നത്. അപ്പോൾ ചായയും കുടിക്കുന്നുണ്ട്. മഴ കാരണം ഇപ്പോൾ പണി സ്വീപ്പാവുമോ എന്നാണ് സംശയം. എന്താ വെച്ചാൽ കാരണം വെച്ചാൽ ഇത് കട്ടാകുമ്പോൾ കട്ട നനഞ്ഞു കഴിഞ്ഞാൽ സിമെൻറ്റ് കംപ്ലീറ്റ് പോവും. പെയ്യണത് നമുക്ക് പണിയെടുക്കാനുള്ള ഒരു വകുപ്പില്ല. സിമെൻ്റൊക്കെ കുത്തിയൊലിച്ച് പോവാം. നല്ല മഴയാണ് പെയ്യണത്. ഇവിടെ ഒരു 2 കള്ളിയല്ല 3 കള്ളി ജനൽ വരുന്നുണ്ട്. ഇത് വലിയ ജനലാണ്, 2 മീറ്ററാണ് പിന്നെ വീതി വരുന്നത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഒരു ബോക്സ് മാതിരിയാണ് നമ്മൾ ചെയ്യണത്. പിന്നെ അത് പുറത്തേക്ക് ഒരു 1.5 അടീൻ്റെ സ്ലാബ് വരുന്നുണ്ട്. ആ 1.5 അടീൻ്റെ സ്ലാബിൻ്റെ 2 സൈഡിലും നമ്മൾ വാളാക്കി പടുത്തിട്ട് ഒരു ബോക്സ് മേലൊരു സ്ലാബ് വാർക്കും. അപ്പം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ബോക്സ് മാതിരി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ സ്ലാബ് വാർക്കണതും അങ്ങനെ പടുക്കണതും. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ വെച്ചാൽ നമ്മൾ 2 വരി നമ്മൾ ഈ മെയിൻ സ്ലാബിൻ്റെ മേലെ നിന്ന് 2 വരി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പൊളിയും കൂടെ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ആ സ്ലാബ് വരുന്നത്. അപ്പോൾ നമ്മൾ ജനൽ പുറത്ത് വെക്കണില്ല. ജനൽ നമ്മൾ ഈ കെട്ടിൻ്റെ നേരെ തന്നെയാണ് നമ്മൾ ജനൽ വെക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ജനൽ വരുന്ന ഇവിടെ ഒരു ജനൽ വരാണ്ട്. പിന്നെ ഇതാണ് കട്ടില. പിന്നെ കട്ടിലൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പഴയ നമ്മളെ ഇതിൻ്റെ ഈ വീടിൻ്റെ അടിയിലുള്ള പഴയ കട്ടിലാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 4 കട്ടില നമുക്ക് അടിയിൽ നിന്ന് പൊളിക്കാണ്ട് ആ 4 കട്ടില ഇവിടെ മേലെ വെക്കാനുള്ളതാണ്. അത് 4 കട്ടിലേൻ്റെ ഇത് വരുന്നുണ്ട്. ഒന്ന് ഫ്രണ്ടിലേക്കും 2 ബെഡ്റൂമിനും ഒന്ന് പുറത്തേക്ക് പോണ ഒരു ഇതിൽ വെക്കാണ്ട്. വലുപ്പമുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ. ഇത് വലിയ ബെഡ്റൂമാണ്, നല്ല ഏരിയ ഉണ്ട്. പിന്നെ നമ്മളെ ക്ലയൻറ്റിന് എന്തോ വർക്കുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ എന്തൊക്കെ വർക്കുണ്ട്, ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് ഇരിക്കാനും മൂപ്പരെ വർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പേസും കൂടിയാണ് അവിടെ വരുന്നത്. അവിടെ നമ്മളൊരു ഒറ്റക്കള്ളി 60-ൻ്റെ 1.80 ഹൈറ്റിൽ ഒരു ജനൽ വരുന്നുണ്ട്. ഇപ്പുറത്ത് ഒരു കട്ടില വരുന്നുണ്ട്. പിന്നെ ഈ സ്പേസിലാണ് ബെഡൊക്കെ വരുന്നത്. പിന്നെ ഇതാണ് ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാത്റൂമാണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല അടിപൊളി വലിയ ബാത്റൂമാണ്. ഇത് നമ്മൾ ഈ ഫ്ലോർ താത്തി ചെയ്തല്ല, ഇത് നമ്മൾ മെയിൻ സ്ലാബിൻ്റെ മേലെ ബെൽറ്റ് വാർത്തിട്ട് അങ്ങനെ ചെയ്തൊരു ബെഡ്റൂമാണ്, അല്ല നമ്മൾ ടോയ്ലറ്റാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പിന്നെ ബാത്റൂമാണ് വരുന്നത്, കുഴപ്പമില്ല. റൂമിലൊരു ബാത്റൂമുണ്ട്, അതാണ് ഈ ബാത്റൂമാണ്. അത് പിന്നെ വല്ലാതെ വലുപ്പമില്ല, ഇതൊരു ചെറിയ ബാത്റൂമാണ് വരുന്നത്. പിന്നെ ഇതിൽ 2 കള്ളി ജനൽ വരുന്നുണ്ട്. ഇവിടെയാണ് 2 കള്ളി ജനൽ വരുന്നത്. അവിടെ ഒരു ഒറ്റക്കള്ളി വരുന്നുണ്ട്, അത് ആ തലക്കലാണ് വരുന്നത്, ആ മൂലയിൽ. പിന്നെ അവിടെ ആ തലക്കലാണ്, ആ മൂലയിലാണ് വരുന്നത് ജനൽ. അപ്പോൾ ഇവിടെ ഒരു 3 ജനലാണ് വരുന്നത്. കുഴപ്പമില്ലാത്ത ബെഡ്റൂമാണ് കേട്ടോ. ബാത്റൂം കുറച്ച് ചെറുതായി പോയെന്നുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളിപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഉയരമായിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗം കൂടെ ഉയരാക്കാണ്ട്. അത് നമുക്ക് ജനൽ കിട്ടാത്ത കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ പിന്നെ സാധനം ചിലപ്പം വെക്കുകയുള്ളൂ, ചിലപ്പം വെക്കാതെ നമ്മൾ ഉയരാക്കേണ്ട കണ്ടീഷനിലേക്കാണ് വർക്ക് വരുന്നത്. എന്നുവെച്ചാൽ ഇത് സ്റ്റീലിൻ്റെ സാധനം ആയതുകൊണ്ട് നമുക്ക് സാധനം പെട്ടെന്ന് കിട്ടേണ്ട ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് കാരണം ഞങ്ങൾ ചിലപ്പം നമ്മൾ കുറച്ച് ജനൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയത് നമ്മളിപ്പോൾ വെച്ചിട്ട് നമ്മൾ പണിയെടുക്കുന്നുണ്ട്.
കിട്ടാത്തത് നമ്മൾ ചിലപ്പം വെക്കൂല, അത് അവിടെ ഗ്യാപ്പ് ഇട്ട് നമ്മൾ പടുക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ് താപ്പൊക്കെ ഇട്ടാണ് നമ്മളിത് പഠിക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഭാഗം കൂടെ പഠിക്കാണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ നമ്മളിത് കുറച്ച് ഭാഗം നമ്മൾ പഠിത്ത ഭാഗങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യണുള്ളൂ. ഇനി ബാക്കി വീഡിയോ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ വരും. അതിന് കുറേ വർക്ക് നമുക്ക് ചെയ്യാണ്ട്. അപ്പോൾ അത് കുറേ പൊളിച്ചിട്ട് നമുക്ക് കുറേ വർക്ക് ചെയ്യാണ്ട്. പിന്നെ കോണിക്കൂടൊക്കെ പൊളിക്കാനുള്ളതാണ്. അപ്പോൾ കോണിക്കൂട് പൊളിക്കാതെ കോണിക്കൂട് നമുക്ക് തൂക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാണ്ട്.